ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ പത്രിക നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, ഘടകകക്ഷി നേതാക്കൾ എന്നിവർക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. വൈകിട്ട് ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി പങ്കെടുക്കും. നാളെയാണ് അദ്ദേഹം പത്രിക നൽകുക. എം.ജി. മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എന്തായാലും ഇക്കാര്യത്തിൽ എൻ.ഡി.എയുടെ വിജയം ഉറപ്പാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത്. പക്ഷേ എന്നാലും കടുത്ത ഒരു മത്സരത്തിലുള്ള നീക്കം തന്നെ ഇന്ത്യ സഖ്യം നടത്തുകയാണല്ലോ. മഞ്ജുഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അന്ന് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവേ ആയിരുന്നു. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡ് എന്ന രീതിയിൽ അങ്ങനെ പോരാട്ടം പോകട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും ഇന്ത്യ സഖ്യം സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പാണ് സി.പി. രാധാകൃഷ്ണൻ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം എൻ.ഡി.എയുടെ ഘടകകക്ഷി നേതാക്കളും എല്ലാം ഒരുമിച്ചെത്തിയാണ് ഈ രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് ഇതിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മുറിയിലെത്തി ഈ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നാളെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ട്. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. സ്വാഭാവികമായും നമുക്കറിയാം ബി സുദർശൻ റെഡ്ഡിയെ രംഗത്തിറക്കിയതിൽ ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുദർശൻ റെഡ്ഡി എന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത് എന്നുള്ളത് തന്നെയാണ്. കാരണം തെലുങ്ക് ദേശത്ത് നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് TDP-യെയും ഒപ്പം തന്നെ YSR കോൺഗ്രസിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയും ചെയ്ത് ഈ പേര് പൂർണ്ണമായും മുന്നോട്ട് വെച്ചത് TMC തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ തന്നെ ഈ തങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു സമ്മർദ്ദത്തിന് കൂടി വഴങ്ങിയെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നമുക്കിപ്പോൾ സി.പി. രാധാകൃഷ്ണന്റെ ഒരു കരിയറിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം RSSലൂടെ വളർന്നു വന്നിട്ടൊരു നേതാവായിരുന്നു. പിന്നീട് 2003 കാലഘട്ടങ്ങളിലൊക്കെ തമിഴ്നാട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പിന്നീട് കോയമ്പത്തൂരിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് വിജയിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു. പിന്നീട് പല ഇടങ്ങളിൽ ഗവർണറായും സേവനം അനുസരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കണക്കുകൾ വെച്ചും ഒക്കെ എന്തായാലും സി.പി. രാധാകൃഷ്ണൻ തന്നെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പോരാട്ടത്തിന് കോപ്പ് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ രാജ്നാഥ് സിംഗ് പല നേതാക്കളുമായി, പ്രതിപക്ഷ നിരയിലെ പല നേതാക്കളുമായി അദ്ദേഹം അഭ്യർത്ഥന നടത്തിയിരുന്നു. ഏകകണ്ഠേനമായി ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കണം, അതിനുവേണ്ടി സഹകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരു പോരാട്ടം നടക്കട്ടെ എന്ന ഒരു ഇലക്ഷൻ സ്റ്റാൻഡ് എന്ന രീതിയിൽ പോകട്ടെ എന്നൊരു നിലപാടായിരുന്നു പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ സ്വീകരിച്ചത്. ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ എന്തായാലും പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. നാളെ ബി സുദർശൻ റെഡ്ഡി കൂടി പത്രിക സമർപ്പിക്കുന്നതോടുകൂടി അതിന്റെ ഒരു ചിത്രം പൂർണ്ണമാകുമെന്നുള്ളതാണ്. ശരി, എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. സി.പി. രാധാകൃഷ്ണൻ പത്രിക നൽകിയിട്ടുണ്ട്.